നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി അറിഞ്ഞാലോ? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഏത് നിമിഷം കാണുന്നു ആ നിമിഷം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങും. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ച് എനർജി കൊണ്ടുവന്ന് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കേ. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ത്രെഡ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ഇതിപ്പോൾ കറൻ്റ്ലി നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ വരുന്നതിന് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നിരിക്കണം. ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു റിലേഷനിൽ അത്ര നല്ല അനുഭവങ്ങളായിരിക്കില്ല വന്നു ചേർന്നിരുന്നത്. ആ ഒരു റിലേഷനിൽ ആവർത്തിച്ച കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിലുള്ള കാര്യമാണ്. ആ ഒരു കഴിഞ്ഞ കാലം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു പേടിയോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും ഒരു എടുത്തുചാട്ടക്കാരനാണ്. എന്ത് ആരാണെങ്കിലും എടുത്തുചാട്ടക്കാരനാണ്. ഒരു വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ അധികം ആകാംക്ഷയോടെ ചെയ്യുന്നത് കേട്ടില്ലേ? പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. ഒന്നും ഒരു പിന്നത്തേക്ക് വെക്കാനായിട്ട് ഇഷ്ടമുള്ള വ്യക്തിയല്ല. അപ്പോൾ ചെയ്തു തീർക്കണം. അതുകൊണ്ട് വേഗത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തൽക്കാലം ആ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ പേഴ്സണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധം അത് ആ ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിലായിരിക്കും ആ ഒരു റിലേഷൻ അവസാനിച്ചിരിക്കുക. ആ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻ, ആ ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് പെയിൻ വീണ്ടും ഈ ഒരു റിലേഷൻ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണോ ആവർത്തിക്കുന്നത്, അതോ എൻ്റെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ടാണോ എന്നിങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത്. അല്ലാതെ ബേസിക് ക്യാരക്ടർ അനുസരിച്ച് എത്രയും വേഗം ഇങ്ങോട്ട് തന്നെ, നമ്മൾ അങ്ങോട്ട് പോകേണ്ട, എഫേർട്ട് ഇടേണ്ട, ഇങ്ങോട്ട് തന്നെ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന, നമുക്ക് വേണ്ട പരിഗണന തരുന്ന ഒരു നല്ല വ്യക്തി തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാൻ പറ്റുമായിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കും നേരത്തെ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നതും അതിൽ ബ്രേക്കപ്പ് ആയിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ തൽക്കാലം മാറി നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാലും ഈ ഒരു ബ്രേക്കപ്പ് പെട്ടെന്ന് അവസാനിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരികയും വീണ്ടും റീകൺസിലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും വേണ്ട. എത്രയും വേഗം റീകൺസിലേഷൻ ഉണ്ടാകും. നല്ലൊരു റീഡിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.